ഹൈഗീസ് ഞാനെന്നുള്ളത് കേരളത്തിലെ ഏറ്റവും വലിയ മൃഗശാലയിലാണ് കേട്ടോ. കേരളത്തിലെ ഏറ്റവും വലിയ മൃഗശാല സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്താണ്. തിരുവനന്തപുരം മൃഗശാലയിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഏകദേശം ഒരു 50 ഏക്കറിലാണ് ഈ ഒരു മൃഗശാല സ്ഥിതി ചെയ്യുന്നത്. അഡൽട്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ ടിക്കറ്റ് ചാർജ് വന്നിട്ട് 30 അപ്പോൾ ചിലപ്പോൾ ഇത് ചേഞ്ചസ് ആവും. എന്നാലും ചിൽഡ്രൻസ് ആണെങ്കിൽ 15 റുപ്പീസാണ്. ഇവിടെ ബഗ്ഗിയുണ്ട്. നിങ്ങൾക്ക് ഇപ്പോൾ നടക്കാൻ പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ ബഗ്ഗി നിങ്ങൾക്ക് ചെയ്യാം. അതിന് എക്സ്ട്രാ ചാർജസ് ഉണ്ട്. 7 പേർക്ക് 300-350 സംതിങ് ആണ് പ്രൈസ് വരുന്നത്. നിങ്ങൾക്ക് ബൈ വാക്ക് ആണെന്നുണ്ടെങ്കിൽ ഏകദേശം അതിനൊരു ചിലവുമില്ല. ഏകദേശം ഒരു 2-2.5 മണിക്കൂർ നിങ്ങൾ ഇതിലേ നടക്കേണ്ടി വരും കേട്ടോ. 2-2.5 മണിക്കൂർ നടന്ന് കാണുന്നതാണ് അതിൻ്റെ ഒരു സുഖം. അതുകൊണ്ട് ഞാനൊക്കെ എപ്പോൾ വന്നാലും ഒരുപാട് തവണ വന്നിട്ടുണ്ട്. അപ്പോഴൊക്കെ നടന്നാണ് കേട്ടോ പോകുന്നത്. ബഗ്ഗിയിലൊന്നും പോകാറില്ല. ഇനി നടക്കാൻ വയ്യാത്ത ആൾക്കാരൊക്കെ ആണെങ്കിൽ അതിൽ കയറി പോകാവുന്നതാണ്. നിങ്ങളുടെ ലൈഫിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട സ്ഥലമാണിത്. കേരളത്തിലെ ഏറ്റവും വലിയ സൂ ആണ്. 1857 ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ മൃഗശാല സ്ഥാപിച്ചത്. ഇനിയിപ്പോൾ ഞങ്ങൾ ടിക്കറ്റ് എടുക്കാനായിട്ട് പോവുകയാണ്. ആദ്യം ഫുൾ എക്സൈറ്റ്മെൻറ്റിലാണ് കേട്ടോ. കാരണം വീട്ടിൽ തന്നെ ഈ പട്ടി, പൂച്ച, കോഴിയാട് ഇങ്ങനെയൊക്കെയുള്ള മൃഗങ്ങളെ കാണുമ്പോൾ തന്നെ ഫുള്ള് ഹാപ്പിയാണ്. ഇതിൻ്റെയൊക്കെ കാണാനായിട്ട് ഓടിച്ചെല്ലാറുമുണ്ട്. ഈ ഒരു ടൂർ ഞങ്ങളിവിടെ വന്നിരിക്കുന്നത്, സൂവിൽ വന്നേക്കുന്നതിൻ്റെ പ്രധാന കാരണം തന്നെ ആദ്യം ഒന്നുകൊണ്ട് പ്രതീക്ഷിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഈ ട്രിപ്പിൻ്റെ മെയിനായിട്ടുള്ള റീസൺ തന്നെ ആദ്യം ഇതെല്ലാം കാണിക്കുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്നവൻ ഫുള്ള് ഹാപ്പി ആയിരിക്കും. ഒരുപാട് വർഷങ്ങൾ പഴക്കമുള്ള ഈ ഒരു വൃക്ഷത്തിൻ്റെ പേരാണ് മഴമരം. അതുപോലെ തന്നെ അവരെല്ലാം എവിടെല്ലാം വൃക്ഷങ്ങളുണ്ടോ അതിനകത്തെല്ലാം ഒരു പേര് ആലേപനം ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി ഞങ്ങൾ ടിക്കറ്റ് എടുക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ ചിൽഡ്രൻസിന് 15 രൂപയും അഡൽറ്റിന് 40 രൂപയുമാണ് ടിക്കറ്റ് നിരക്ക്. പ്ലാസ്റ്റിക് ഐറ്റംസ് ഒന്നും ഇവരകത്തേക്ക് കയറ്റി വിടില്ല. ഇനി നിങ്ങൾക്ക് പോകേണ്ടത് ബഗ്ഗിയിലാണോ അതല്ലെങ്കിൽ നടന്നാണോ പോകേണ്ടത്, അത് നിങ്ങളുടെ ചോയ്സ് ആണ് കേട്ടോ. ബഗ്ഗിയിലാണെന്നുണ്ടെങ്കിൽ അവർ 7 പേർക്ക് ഒരു 550 ഒക്കെയാണ് ഇവർ റേറ്റ് പറയുന്നത്. അപ്പോൾ ഈ എൻട്രൻസ് ഏരിയയിൽ വലത് സൈഡിലായിട്ട് കാട്ടുപോത്താണ് കേട്ടോ. കാട്ടുപോത്ത് നമ്മളെ വെൽക്കം ചെയ്യാനായിട്ട് റെഡിയായിട്ട് നിൽക്കുകയാണ്. അവർ ഫുഡ് അടിക്കുന്ന തിരക്കിലാണ്. അപ്പോൾ നമുക്ക് അടുത്ത ആളാരാ നോക്കാം. അടുത്തത് സിംഹവാലൻ കുരങ്ങനാണ് കേസ്. അപ്പോൾ എല്ലാത്തിൻ്റെയും അടുത്ത് പേരുമുണ്ട്, ഡീറ്റെയിൽസ് ഉണ്ട്. അതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് എളുപ്പമാണ്. അടുത്തത് ബംഗാൾ കുരങ്ങനാണ് കേട്ടോ. ഈ ഒരു ഏരിയ ഫുള്ള് വന്നിട്ട് കുരങ്ങന്മാരെയാണ്. അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ട് പോകുമ്പോൾ ഓരോന്ന് സെക്ഷൻ തിരിച്ചാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. മാംസഭോജികളെ, പക്ഷികളെ, ഉരകങ്ങളെ ഇങ്ങനൊരു ഏരിയ തിരിച്ചിട്ടാണ് ഇവരിവിടെ ഇത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇപ്പം ഞങ്ങളൊക്കെ ഒരു 2-2.5 മണിക്കൂർ എടുത്തിട്ട് നടന്ന് കണ്ട് തീരുമ്പോൾ ബഗ്ഗിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു 3/4 മണിക്കൂർ കൊണ്ട് കണ്ട് തീരും കേട്ടോ. പക്ഷേ ഈ നടന്നു പോകുന്നതിൻ്റെ ആ ഒരു ആസ്വാദന ഭംഗി അതൊരിക്കലും ബഗ്ഗിയിൽ പോയി കഴിഞ്ഞാൽ കിട്ടത്തില്ല. അതുകൊണ്ട് ഞാൻ ഒരു പ്രാവശ്യം വന്നിട്ടുണ്ട്. ഒരു 10 പ്രാവശ്യത്തെ കൂടുതൽ തവണ ഞാൻ ഈ മൃഗശാലയിൽ വന്നിട്ടുണ്ട്. അപ്പോഴെല്ലാം ബഗ്ഗിയിൽ പോകാതെ ഞങ്ങൾ നടന്നാണ് കേട്ടോ പോകുന്നത്. അതിൻ്റെ ഒരു ആസ്വാദന ഭംഗി വേറെ ലെവൽ തന്നെ. ഞങ്ങളിങ്ങനെ നടന്ന് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് പക്ഷികളുടെ ഒരു സെക്ഷനിലേക്കാണ് കേട്ടോ. അപ്പോൾ അവിടെ എന്ന് പറയുന്നത് ജലപക്ഷികളുണ്ട്, അല്ലാത്ത പക്ഷികളുണ്ട്, കഴുകനായിക്കോട്ടെ, മൂങ്ങ, അങ്ങനെ ഒരുപാട് തരം പക്ഷികളാണ് കേട്ടോ. അപ്പോൾ ജലപക്ഷികളുടെ ഏരിയയിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ഒരുപാട് പക്ഷികളുണ്ട്. കുറേ എണ്ണം വെള്ളത്തിൽ നീന്തുന്നു, ചിലത് പറന്ന് കിടക്കുന്നു, ചിലത് മരത്തിൻ്റെ കൊമ്പിലിരിക്കുന്നു. ഒരു ഒരു കാടിൻ്റെ അറ്റ്മോസ്ഫിയർ കിട്ടുന്ന രീതിയിലാണ് കൂടിനകത്തൊക്കെ അവർ ഒരുക്കിയിരിക്കുന്നത് കേട്ടോ. ഒരു രക്ഷയില്ല. ഈ പക്ഷികളെ കണ്ടുകൊണ്ടിരിക്കാനായിട്ട് ഇതിൻ്റെ തൊട്ട് ബാക്കിലായിട്ട് അവർ സീറ്റൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് സമയം ഇവിടെ ഇരുന്ന് ഇതൊക്കെ കണ്ട് ആസ്വദിക്കാനായിട്ട് സാധിക്കും. അങ്ങനെ പക്ഷികളുടെ സെക്ഷൻ ഇവിടെ തീരുകയാണ്. ഞങ്ങൾ അടുത്തതായി പോയത് നീർനായയുടെ സെക്ഷനിലാണ് കേട്ടോ. അപ്പോൾ നീർനായ കുറേ എണ്ണം അവിടെ കരയിലിരിക്കുന്നു, കുറേ എണ്ണം വെള്ളത്തിൽ മുങ്ങി കളിക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ ലോകത്ത് ആൾക്കാർക്കും ഒരു ശല്യമില്ലാതെ അവർ എൻജോയ് ചെയ്ത് ജീവിക്കുന്നു എന്നാണ് നമുക്ക് ഇതിൽ നിന്ന് കാണാനായിട്ട് സാധിച്ചത്. നല്ലൊരു ഒരു കാടിൻ്റെ ആ ഒരു ഇതും ഈ വെള്ളത്തിൻ്റെ ആ ഒരു അവർ ചെയ്തിരിക്കുന്ന വർക്കുകളൊക്കെ വേറെ ലെവലാണ്. ഇത് വർഷങ്ങൾ മുമ്പുള്ള മരങ്ങളും അതിലേക്കൂടെയൊക്കെ ഈ കൊടുത്തിരിക്കുന്ന ആ നദിയൊക്കെ കൊടുത്തിരിക്കുന്ന എല്ലാം ഇവർ ചെയ്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ. അല്ലാതെ ഇത് നാച്ചുറലായിട്ടുള്ള സാധനമല്ല, അവർ ആർട്ടിഫിഷ്യലായിട്ട് ചെയ്തതാണ്. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ കരടിയുടെ സെക്ഷനിലാണ് കേട്ടോ. അപ്പോൾ കരടി ഒരു 3-4 ടൈപ്പ് ഓഫ് കരടീസ് ഉണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം അവരവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഞങ്ങൾ കണ്ടു, മനസ്സിലാക്കി. അതിനുശേഷം ഞങ്ങൾ പോയത് സിംഹത്തിൻ്റെ സെക്ഷനിലേക്കാണ് കേട്ടോ. പാട്ട് പഠിക്കണം അല്ലെങ്കിൽ എന്തൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് ചെന്ന് കയറി കളയരുത്. വർക്കിംഗ് ഡേ ആയിട്ട് തന്നെ നല്ല തിരക്കുണ്ട് കേട്ടോ ഈ സൂവിൽ. സൂ മാത്രമല്ല കേട്ടോ, ഇതിനോടനുബന്ധിച്ചിട്ട് അക്വേറിയം ഉണ്ട്, ശ്രീചിത്ര ആർട്ട് ഗാലറി ഉണ്ട്, നേപ്പിയർ മ്യൂസിയം ഉണ്ട്, 3D തിയേറ്റർ ഉണ്ട്, KCS പണിക്കർ ഗാലറി ഉണ്ട്, നാച്ചുറൽ ഹിസ്റ്ററി മ്യൂസിയം ഉണ്ട്, ശ്രീചിത്ര എൻക്ലേവ് ഉണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. നമുക്ക് സൂ മാത്രമല്ല കേട്ടോ, സൂവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന എത്ര നിരവധി ഒന്ന് നടന്നു പോകാനുള്ള ദൂരമേ ഉള്ളൂ കേട്ടോ. ഓരോ സെക്ഷനിൽ നിന്നും അടുത്ത സെക്ഷനിലേക്ക് പോകാനായിട്ട്. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഓസ്ട്രേലിയയിൽ കാണപ്പെടുന്ന യമുനയാണ് കേട്ടോ. അങ്ങനെ യമുനയെ കണ്ടു. അടുത്ത സെക്ഷനായ ഹിപ്പോപ്പൊട്ടാമസിൻ്റെ ഏരിയ ആണിത്. ഒരുപാട് വലിയൊരു ഏരിയ തന്നെ ഇവർക്കായിട്ട് ഒഴുകിയിട്ടുണ്ട് കേട്ടോ. വെള്ളത്തിൽ കിടക്കുകയാണ്. അപ്പോൾ കരയിലങ്ങാണ് വരുന്നുണ്ടെങ്കിൽ അവരുടെ ഫോട്ടോ വീഡിയോസ് കിട്ടിയാനേ. കാരണം അവരെല്ലാം വന്നിട്ട് വെള്ളത്തിൽ ഇങ്ങനെ കിടക്കുകയാണ്. അങ്ങനെ മുന്നോട്ട് പോയപ്പോൾ ഒരു മരത്തിൻ്റെ തടിയിൽ ഫേസ് കുത്തി വെച്ചിരിക്കുകയാണ് കേട്ടോ ഹിപ്പോപ്പൊട്ടാമസിൻ്റെ.
അപ്പോൾ അതൊക്കെ കണ്ടു. ഞങ്ങൾ അടുത്ത സെക്ഷനിലേക്ക് പോവുകയാണ്. ഇനിയുള്ള കാണാനുള്ള സെക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ മാനുകളാണ് കേട്ടോ. പല ടൈപ്പ് മാനുകളെയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. നിങ്ങളിപ്പോൾ കാണുന്ന മ്ലാവാണ് കേട്ടോ. ഇത് മാനാണ്. അപ്പോൾ രണ്ടും തമ്മിൽ നല്ല വ്യത്യാസം വരുന്നുണ്ട്. അങ്ങനെ ഒരുപാട് സെക്ഷൻ ടൈപ്പുകൾ ഓഫ് മാനുകളെ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. ഇപ്പോൾ ബഗ്ഗിയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വന്നിട്ട് ഒരു 2 മിനിറ്റ് അവിടെ ഒരു സ്റ്റോപ്പ് ചെയ്യും, അതൊന്ന് കാണും, പിന്നെ അടുത്ത സെക്ഷനിലേക്ക് പോകും. അങ്ങനെയാണ്. ബഗ്ഗിയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു 1/2-3/4 മണിക്കൂർ കൊണ്ട് നിങ്ങൾക്കിത് കണ്ടു കഴിയും. ഈ ഒരു ചേട്ടൻ അണ്ണാന് ഫുഡ് കൊടുക്കണം കേട്ടോ. നല്ല ഇണക്കത്തിലാണ്. പുള്ളിയുടെ കയ്യിൽ വന്നിരുന്ന് കഴിച്ചിട്ടാണ് പോകുന്നത്. അപ്പോൾ ഒരു 5-6 എണ്ണം ഉണ്ട് അവിടെ തന്നെ. അപ്പോൾ അതെല്ലാം നല്ല ഇണക്കത്തിലാണ്. ഒരു വെറൈറ്റി കാഴ്ചയായിരുന്നു കേട്ടോ. പലതരം മാനുകളുണ്ടല്ലോ, അതെല്ലാം കണ്ടു. അതെല്ലാം കണ്ടതിന് ശേഷം ഞങ്ങൾ ഇനി അടുത്തൊരു ക്യാൻറ്റീൻ ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും ചെറിയ സ്നാക്സ്, വെള്ളം ഒക്കെ ഉണ്ടാവും. അപ്പോൾ അത് കഴിച്ചിട്ട് അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് മാംസഭോജികളാണ്. പുലി, കരടി, കടുവ തുടങ്ങിയുള്ള അനിമൽസ് ആയിരിക്കും. എല്ലാ സൂവിലും ഉള്ളതുപോലെയുള്ള കാഴ്ചകളൊക്കെയാണ് ഇവിടെ ഉള്ളത്. എന്നാലും ഇത് കേരളത്തിലെ ഏറ്റവും വലിയ സൂ ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരുപാട് മൃഗങ്ങളുണ്ടാവും എന്ന് നിങ്ങൾക്ക് അനുമാനിക്കാം. ബസ്സിലൊക്കെ വരുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ തമ്പാനൂർ ബസ് സ്റ്റോപ്പിൽ നിന്നായാലും തമ്പാനൂർ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് നിന്നിട്ടായാലും 4 കിലോമീറ്ററേ ഉള്ളൂ നിങ്ങൾക്ക് ലൊക്കേഷനിലേക്ക് എത്താനായിട്ട്. ഈ സൂവിൽ തന്നെ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള അനിമൽസ്, അതായത് മാംസഭോജികളുള്ള സെക്ഷനിലാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ പുള്ളിപ്പുലിയുണ്ട്, കടുവയുണ്ട്, ഹേനയുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് മൃഗങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് അതിനെയൊക്കെ ഒന്ന് കാണാം. ആമി ഇവിടെ വന്നിട്ട് ഇതിനെയൊക്കെ കണ്ടിട്ടുണ്ട്, പക്ഷേ ഫസ്റ്റ് ടൈമാണ് കേട്ടോ. അപ്പോൾ അവൻ്റെ ആ ഒരു എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഞങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തു. അതെന്താണെന്നൊക്കെ അവൻ ചോദിക്കും, തന്നെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങളതെല്ലാം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ചോദിക്കാത്തത് ഞങ്ങൾ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കാറുണ്ട്. അതുകൊണ്ട് ആമിയായാലും ആദ്യമായാലും ഇവരെല്ലാം ഫുള്ള് ഹാപ്പിയാണ് കേട്ടോ. നമ്മൾ ഇനി കാണാൻ പോകുന്നത് ഊളനെയാണ് കേട്ടോ. അങ്ങനെ ഊളനെ ഞങ്ങൾ കണ്ടു. അതിനുശേഷം മുള്ളൻ പന്നിയായിരുന്നു. അപ്പോൾ മുള്ളൻ പന്നിയൊക്കെ ഒരുപാടുണ്ട്. മുള്ളൻ പന്നിയൊക്കെ കണ്ടിട്ട് പിന്നീട് ഞങ്ങൾ പോയത് ബട്ടർഫ്ലൈ പാർക്കിലേക്കാണ് ഗെയ്സ്. അങ്ങനെ ആ ബട്ടർഫ്ലൈ പാർക്കിൻ്റെ ആ ഒരു എൻട്രൻസ് ഒക്കെ അത് ഫുള്ള് ഈ വള്ളിച്ചെടികളൊക്കെ കൊണ്ട് അവർ ഡെക്കറേറ്റ് ചെയ്തിട്ട് ഒരു കാട്ടിന് അകത്തേക്ക് കയറിയ ഒരു പ്രതീതിയാണ് കേട്ടോ. അകത്തേക്ക് കയറുമ്പം തന്നെ ഇതൊരു ഓവർ ബ്രിഡ്ജാണ്. നമ്മൾ തറയിൽ കൂടെ അല്ല നടന്നു പോകുന്നത്, ഈ ബ്രിഡ്ജിൻ്റെ മുകളിൽ കൂടെയാണ് പോകുന്നത് കേട്ടോ. പക്ഷേ താഴെ വീഴുന്നുള്ള ഒരു ടെൻഷൻ വേണ്ട. അതിനൊക്കെയുള്ള എല്ലാ സേഫ്റ്റി എല്ലാം അവർ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾക്ക് അതൊക്കെ ബട്ടർഫ്ലൈ ഒക്കെ പറക്കുന്നുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് അവരവിടെ കൊടുത്തിട്ടുണ്ട്. ഒരു ഇൻഫർമേഷൻ ബോർഡ് അതിനകത്തുണ്ട്. പലതരത്തിലുള്ള ബട്ടർഫ്ലൈസും അതിൻ്റെ പേരും കാര്യങ്ങളും എല്ലാം അവരോട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മേളിൽ കൂടെ താഴെ കുഴിയാണ്. വലിയ കുഴിയൊന്നുമല്ല, ചെറിയതായിട്ടൊരു കുഴിയുണ്ട്. അപ്പം ആരും മേളിൽ താഴെ വീഴത്തുന്നുള്ളൊക്കെ ഇനി പൊടി പിള്ളേരുണ്ടെങ്കിൽ തന്നെ അവർക്കും വീഴത്തില്ല. കാരണം സേഫ്റ്റി ഗ്രിൽസ് അവർ വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ താഴെ വീഴുമെന്നുള്ള ടെൻഷനേ വേണ്ട. ഇവിടെ ഫുള്ള് ബട്ടർഫ്ലൈ ആണ് കേട്ടോ. ചിത്രശലഭങ്ങളാണ്. അപ്പോൾ അതിനൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. നമ്മൾ കുറച്ച് സമയം എടുത്ത് അവിടെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഇങ്ങനെ പറന്ന് വരും. പിന്നെ അതിൻ്റെ എല്ലാ ഇൻഫർമേഷൻ ബോർഡും അവരവിടെ സ്ഥാപിച്ചിട്ടുമുണ്ട്. അങ്ങനെ ബട്ടർഫ്ലൈ പാർക്കിൻ്റെ ഈ കാഴ്ചകളൊക്കെ ഇവിടെ തീരാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഇതെല്ലാം നല്ലൊരു വൈബായിരുന്നു കേട്ടോ. ഫുള്ളൊരു കാട്ടിനകത്ത് കയറിയിട്ട് ഞങ്ങൾ അതിലേ നടക്കുന്ന ഒരു പ്രതീതിയാണ് കേട്ടോ ഈ ഒരു ബട്ടർഫ്ലൈ പാർക്കിൽ ഞങ്ങൾക്ക് കിട്ടിയത്. ഇനി അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് ഉരകങ്ങളാണ് കേട്ടോ. ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പാമ്പ്, ചേര, ഇങ്ങനെയൊക്കെയുള്ള പലതരം പാമ്പുകൾ, വിഷപ്പാമ്പുകളൊക്കെയാണ് ഇവിടെ അവർ നമുക്ക് വേണ്ടി കാഴ്ച ഒരുക്കിയിരിക്കുന്നത്. ഈ സൂവിലുള്ള മൃഗങ്ങൾക്കൊക്കെ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ശുശ്രൂഷിക്കുന്ന സ്ഥലമാണ് മൃഗശാല ആശുപത്രി. ഞങ്ങളത് പുറത്ത് നിന്ന് കണ്ടു. അതിനുശേഷം ഞങ്ങൾ പോയതൊരു സുവനീർ ഷോപ്പുണ്ട് ഗൈസ്. അവിടെ അതിനടുത്ത് തന്നെ ഒരു രാജാ രവിവർമ്മ ആർട്ട് ഗാലറി ഉണ്ട്. അപ്പോൾ ആ ഒരു വഴിയിലേക്ക് ഞങ്ങൾ പോയപ്പോഴത്തേക്കും നല്ല രീതിയിൽ കേട്ടോ ആ ഒരു ചെയ്തു വെച്ചിരിക്കുന്ന ഒരു ബ്രിഡ്ജും അതിൻ്റെ അടിയിൽ കൂടെ വെള്ളമാണ് പോകുന്നത്. അപ്പോൾ ആ ഒരു രീതിയിൽ അവർ ചെയ്തിരിക്കുന്നത് നല്ല അതിമനോഹരമായിട്ടുണ്ട്. ഇനി അങ്ങോട്ട് മൃഗങ്ങളുടെ കാഴ്ചകളൊന്നുമില്ല. അതൊക്കെ ഇവിടെ അവസാനിക്കുകയാണ്. ഇനിയിപ്പോൾ ഞങ്ങൾ പുറത്തേക്ക് പോകാനായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഗേസ്. അപ്പോൾ അന്താരാഷ്ട്ര മ്യൂസിയം ദിനം 2026 ഇൻ്റർനാഷണൽ മ്യൂസിയം ഡേ ആയിട്ട് 2026 മെയ് 18 തിങ്കളാഴ്ചയാണ് ആഘോഷിച്ചത്. ഇതെല്ലാം കണ്ടു തീർന്നപ്പോൾ മനസ്സിൽ വീണ്ടും വരണം എന്നാണ് തോന്നിയത്. എനിക്ക് മാത്രമല്ല കേട്ടോ, എല്ലാവർക്കും അങ്ങനെ തന്നെയാണ്. കാഴ്ചകൾ കണ്ടു തീർന്ന വിഷമത്തിൽ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. അവിടെ ചെറിയ ഷോപ്പുകളാണ് കേട്ടോ. അവിടേക്ക് ഈ സ്നാക്സ് ഐറ്റംസ്, ചായ, കോഫി, പിന്നീട് ഐസ്ക്രീം. ഈ മിൽമയുടെ അത് സൂപ്പറായിരുന്നു കേട്ടോ. ഞങ്ങൾ അവിടെ നിന്നാണ് ഒരു ഐസ്ക്രീം മേടിച്ചത്. മിൽമയുടെയാണ്. അത് അടിപൊളിയായിരുന്നു, ഒരു രക്ഷയില്ല. അപ്പോൾ ആദിക്കായാലും ആമിക്കായാലും വൈഫിനായാലും ഒക്കെ അതങ്ങ് ഇഷ്ടപ്പെട്ടു അവിടുത്തെ ഐസ്ക്രീം. ഒരുപാട് കാഴ്ചകൾ ബാക്കിയാക്കി ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. സോ ഐ വിൽ ബി ബാക്ക് വിത്ത് അനദർ വീഡിയോ. സ്റ്റേ ട്യൂൺഡ്.